നമ്മുടെ അടുത്തൊരു വേർഡാണ് ആൽജിയ. ആൽജിയ മീൻസ് വേർഡ് ഇൻഡിക്കേറ്റ് പെയിൻ എന്ന് പറയുന്നതാണ് ആൽജിയ എന്ന് പറയുന്നത്. ഇനി ആർത്രാൾജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ആർത്രാൾജിയ, ആൽജിയ എന്ന് പറഞ്ഞ ഒരു സഫിക്സ് വന്നു. അപ്പൊ ആർത്രാൾജിയ മീൻസ് ജോയിന്റ്, ആർത്രോ മീൻസ് ജോയിന്റ്സ് ആണ്, ജോയിന്റ് പെയിൻ ആണ് ആർത്രാൾജിയ. ഇനി സെഫാൽജിയ ആണെങ്കിലോ ഹെഡ് ഏക്കിന്റെ മെഡിക്കൽ ടേം ആണ് സെഫാൽജിയ. ഇനി മാസ്റ്റാൽജിയ, മാസ്റ്റോഡൈനിയ എന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റിന് ഉണ്ടാകുന്ന പെയിൻ ആണ് മാസ്റ്റാൽജിയ, മാസ്റ്റോഡൈനിയ. ഇനി നെക്സ്റ്റ് വീണ്ടും ആൽജിയ ടേംസ് 2-3 കൂടി ഉണ്ട്. മയാൾജിയ മീൻസ്, മയോ മീൻസ് മസിൽ ആണ്, മസിൽ പെയിൻ ആണ്. ന്യൂറാൽജിയ മീൻസ് നെർവിന് ഉണ്ടാകുന്ന പെയിൻ ആണ് ന്യൂറാൽജിയ. നെക്സ്റ്റ് എമിസിസ്. എമിസിസ് എന്താണ്? വോമിറ്റിംഗിന്റെ മെഡിക്കൽ ടേം ആണ് എമിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെമറ്റെമിസിസ് എന്ന് പറഞ്ഞാൽ, ഹെമ എന്ന് പറയുമ്പോൾ വോമിറ്റിംഗ് ബ്ലഡ് ആണ്. നമുക്കറിയാം ഹെമറ്റോളജി. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. അപ്പൊ ഹെമറ്റെമിസിസ് മീൻസ് വോമിറ്റിംഗ് ബ്ലഡ്. ഇനി ഹൈപ്പർ എമിസിസ് എന്താണ്? ഹൈപ്പർ എമിസിസ് മീൻസ് എക്സസീവ് വോമിറ്റിംഗ്. നമുക്ക് ഹൈപ്പർ എന്ന് പറയുമ്പോൾ അറിയാം, എക്സസീവ് വോമിറ്റിംഗിനാണ് ഹൈപ്പർ എമിസിസ് എന്ന് പറയുന്നത്. ഇനി പ്ലീജിയ, നേരത്തെ പല തവണയും നമ്മൾ മുന്നേ ഇൻട്രൊഡക്ഷനിലും പറഞ്ഞു. പ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് അല്ലെങ്കിൽ സ്ട്രോക്കിന് പറയുന്ന മെഡിക്കൽ ടേം ആണ് പ്ലീജിയ എന്ന് പറയുന്നത്. ഇനി പാരാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളണ്ടറി മൂവ്മെന്റ് ലോസ്. എൻ്റെ ഒരു കൈ പാരലൈസ്ഡ് ആയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിന് അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് വോളണ്ടറി മൂവ്മെന്റ് ലോസ് ആണ് പാരാലിസിസ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. മോണോപ്ലീജിയ, ഹെമിപ്ലീജിയ, ക്വാഡ്രിപ്ലീജിയ, പെന്റപ്ലീജിയ, പാരപ്ലീജിയ, പാരസിസ്, ഹെമി. ഇതെന്താന്ന് നോക്കാം. മോണോപ്ലീജിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിംബ്, അപ്പർ ലിംബോ ലോവർ ലിംബിലോ ഒരു ഭാഗം പാരലൈസ്ഡ് ആവുന്ന കണ്ടീഷനാണ് മോണോപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി ഹെമിപ്ലീജിയ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് ദ ബോഡി പാരലൈസ്ഡ് ആവുന്നതാണ് ഹെമിപ്ലീജിയ. ഇനി ക്വാഡ്രിപ്ലീജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരാലിസിസ് ഓഫ് ഓൾ 4 എക്സ്ട്രീമിറ്റീസ്. നമ്മുടെ എക്സ്ട്രീമിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 കൈയും 2 കാലും. അപ്പൊ 4 എക്സ്ട്രീമിറ്റീസും പാരലൈസ്ഡ് ആവുന്ന കണ്ടീഷനാണ് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി അപ്പൊ ക്വാഡ്രി 4. അപ്പൊ പെന്റാപ്ലീജിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്റാപ്ലീജിയ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിപ്ലീജിയ, 4 എക്സ്ട്രീമിറ്റീസ് പ്ലസ് റെസ്പിറേറ്ററി ഡിപ്രഷനും കൂടെ ഉണ്ടാകുന്ന കണ്ടീഷനാണ് പെന്റാപ്ലീജിയ എന്ന് പറയുന്നത്. ഇനി പാരാപ്ലീജിയ മീൻസ് എന്താണ്? പാരാലിസിസ് ഓഫ് ലെഗ്സിന് പറയുന്നതാണ് പാരാപ്ലീജിയ.